അഭിനയം ആരംഭിച്ചതിന് ശേഷമുള്ള ഓം ശാന്തി, പ്രധാനപ്പെട്ട മിഥുൻ, സിനിമകളിലെല്ലാം ഉണ്ട്. മിഥുനെ ഗോദയിലുണ്ട്, ജേക്കബിന്റെ സ്വർഗരാജ്യത്തിലുണ്ട്, ഓം ശാന്തിയിലുണ്ട്. ഓം ശാന്തി മിഥുനെ ഞാൻ സാറിനെ ആദ്യമായിട്ട് ഞാൻ വിളിക്കുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. നമുക്ക് ഞാൻ പറഞ്ഞില്ല, ഒന്ന് കോൺഫിഡൻസ് ഇല്ല, രണ്ട് ഫയർ ബ്രാൻഡ് സിനിമകൾ, വ്യക്തിത്വം. സാർ നേരത്തെ പറയില്ലേ, അത് നമ്മൾ വിശ്വസിക്കും പ്രേക്ഷകർ, ഇവരിങ്ങനെ അല്ലേ. അങ്ങനെ ഞാൻ ധൈര്യം സംഭരിച്ച് വിളിച്ചു. കാരണം എൻ്റെ കോൺഫിഡൻസ് മിഥുൻ മാനുവൽ തോമസ് ആണ്. സാറിൻ്റെ ഒപ്പം കട്ടയ്ക്ക് സംസാരിക്കാറിയാന്നുള്ള കോൺഫിഡൻസ് എനിക്ക് അവനിലുണ്ടെന്ന് അറിയാം. അപ്പൊ അവനൊരു സബ്ജക്റ്റ് പറഞ്ഞു, അത് സാർ കേൾക്കണം എന്ന് ഭയങ്കര ആഗ്രഹം. അങ്ങനെ ഞാൻ സാറിനോട് ചോദിച്ചു, ഇങ്ങനെ ഒരു വ്യക്തി വയനാട്ടിൽ നിന്ന് വന്നതുണ്ട്, പുള്ളിയുടെ ഒരു കാര്യം സംസാരിക്കും. അതെ, അപ്പൊ അങ്ങനെ ചോദിച്ചിട്ട് ഞാൻ നിന്നിട്ട് മിഥുനെ കണക്ട് ചെയ്തു. എനിക്ക് ഭാഗ്യം അതൊരു ഓം ശാന്തിയിലോട്ട് എത്തി. എങ്ങനെ എനിക്ക് അതിനും പറയാം, കാരണം മിഥുൻ അതിനു മുമ്പ് എന്നെ കാണുകയും കഥ പറയുകയും ഒക്കെ പല സബ്ജക്റ്റുകൾ വന്ന് ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അജി പറയുമ്പോൾ ഞാൻ എനിക്കറിയാം, മിഥുൻ എന്ന് പറയുന്ന ആളിനെ എനിക്കറിയാം. ആ സബ്ജക്ട് വിഷയം ഇന്നും നടന്നിട്ടില്ല. ഇല്ലില്ല, അല്ലല്ല. അപ്പൊ പിന്നെ ജേക്കബ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ സാറിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു.